ഇപ്പോൾ നിൽക്കുന്ന നിങ്ങൾ ഓക്കെ 2025 നിങ്ങൾ നിൽക്കണേ, നിങ്ങൾ നേരെ 2030 പോകണം. ഓക്കെ 2030 പോയിട്ട് അജണ്ട കാര്യങ്ങളെല്ലാം വിടും. കാരണം അത് നിങ്ങളുടെ ഒരു തലച്ചോറിന് അപ്പുറമുള്ള കാര്യങ്ങളാണ്. അതായത് നിങ്ങളെല്ലാം ഒരു ഭ്രമത്തിൽ നിൽക്കുന്ന ആൾക്കാരാണ്. ഓക്കെ 95%, 5% പേര് ഇതിനെക്കുറിച്ച് അറിഞ്ഞ് സങ്കടപ്പെട്ട് കഷ്ടപ്പെട്ട്, അതായത് ഭാവിയെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്ന കുറെ പേരുണ്ട്. ഓക്കെ അപ്പൊ അവരെ വിട്. ബാക്കി 95% വെറും കുരങ്ങ് കളിച്ച് ഇങ്ങനെ നടക്കുന്ന കുറെ എലികൾ. ഓക്കെ അപ്പൊ എലികൾ നേരെ ചെയ്യേണ്ടത് 2030 ചെല്ലുക. ഓക്കെ അപ്പൊ അവിടെ നടക്കാൻ പോകുന്ന ഒരു കാര്യം അത്ര ഒന്നും വേണ്ടി വരില്ല. അവിടെ നടക്കാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങളോട് ഉള്ളിൽ ചോദിക്കണം. ഓക്കെ നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുമെന്ന് നിങ്ങൾ ചോദിക്കണം. കാരണം ഇപ്പൊ എല്ലാം നിങ്ങളുടെ കൈവെള്ളയിൽ തന്നെയുണ്ട് അല്ലെ, കരണ്ടും AC-യും ഈ പറയുന്ന കാറും അല്ലെ. അപ്പൊ വേറൊന്നുമല്ല, ഞാൻ ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സർവൈവ് ചെയ്യും. വേറൊന്നുമല്ല, ഒന്നാമത്തെ കാര്യം ഇലക്ട്രിസിറ്റി. അതില്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഓക്കെ കറണ്ട് ഇല്ലാതായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രളയവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കറണ്ട് ഇല്ലാതാവും, അല്ലെങ്കിൽ ഒരു സുപ്രീം പവറിന് അത് ഓഫ് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പൊ കറണ്ട് ഇല്ലെങ്കിൽ ഇന്റർനെറ്റ് ഇല്ല, ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ നിങ്ങളുടെ അക്കൗണ്ടിൽ 100 കണക്കിനോ അല്ലെങ്കിൽ 100 കോടി 500 കോടി 1000 കോടി അല്ലെങ്കിൽ 1 കോടി ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പൊ അതൊന്നും നിങ്ങൾക്ക് കിട്ടില്ല, കാരണം ബാങ്കർസ് വഴി അത് കൊണ്ടുപോയി. ഓക്കെ അപ്പൊ പണവും ഇല്ല. ഓക്കെ നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ മതി, ബാങ്കിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം കിട്ടില്ല. എല്ലാവരും കൂടി ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം പണം പോയി കഴിഞ്ഞു. അപ്പോ പണമില്ല. പിന്നെ ഭക്ഷണങ്ങൾ, നിങ്ങൾ ഒരു 10 വർഷമായിട്ട് കഴിക്കുന്ന എല്ലാം കെമിക്കൽ ട്രീറ്റഡ് ആയിട്ടുള്ള ഫുഡുകളാണ്. ഓക്കെ അതായത് പ്ലാസ്റ്റിക് ഐറ്റംസ്. അപ്പോൾ അങ്ങനത്തെ കുറെ ജങ്ക് ഫുഡും കാര്യങ്ങളെല്ലാം കൊടുത്തത് നിങ്ങളുടെ ആ ഒരു എനർജി ഡ്രൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആ ഒരു ഫുഡ് ഇല്ലാതാവുന്ന ഒരു അവസ്ഥ, കാരണം ഇലക്ട്രിസിറ്റി ഇന്റർനെറ്റ് ഇതൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സ്റ്റോപ്പ് ചെയ്തു. പണവും ഇല്ലാത്ത കാര്യം വന്നു, അപ്പൊ അത് ആയി. പിന്നെ പ്രാണവായു, ഇപ്പൊ തന്നെ പൊല്യൂഷനത്തെ പീക്ക് എത്തിക്കഴിഞ്ഞു. കാരണം പൊല്യൂഷൻ എന്താന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ പ്രത്യക്ഷത്തിൽ കണ്ട് നമുക്ക് അസുഖങ്ങൾ വരും. ഇപ്പൊ കാണുന്ന എല്ലാവിധ അസുഖത്തിന് കാരണം പൊല്യൂഷൻ തന്നെ. അപ്പൊ പൊല്യൂഷൻ വരുന്ന പീക്കായി. പിന്നെ യാതൊരു കൃഷിയോ കാര്യങ്ങളോ ഒന്നും ഇവിടെ ഇല്ല, കാരണം എല്ലാ ഫാമും കാര്യങ്ങളെല്ലാം അദാനി കാര്യങ്ങളെല്ലാം അല്ലെ, പവർ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നശിപ്പിച്ചു. ഇതെല്ലാം ആ ഒരു അജണ്ടയുടെ പീക്കാണ്. ഓക്കെ അപ്പൊ ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ചെന്ന് നോക്കുക. പിന്നെയുള്ള കാര്യം, നമുക്ക് പ്രൈവസി ഉണ്ടാവില്ല. ഓക്കെ പ്രൈവസി മീൻസ് കൺട്രോൾ ചെയ്യുമവര്. കാരണം അവർ ആദ്യം കൺട്രോൾ ചെയ്ത് മണി, നിങ്ങളുടെ പണം അവർ കൺട്രോൾ ചെയ്തു. കാരണം ഇപ്പൊ നിങ്ങളുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണി വെറുതെ ഒരു ഡിജിറ്റൽ നമ്പർ മാത്രമാണ്, നിങ്ങൾക്ക് അത് കിട്ടില്ല ഒരിക്കലും. രണ്ടാമത് അവർ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് വേൾഡ് മൊത്തത്തിൽ, ഈ വേൾഡ് എക്കണോമിക് ഫോറം, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, അതോടൊപ്പം തന്നെ ഈ ഒരു സൊസൈറ്റി, ആ ഒരു സൊസൈറ്റി അവർ കൺട്രോൾ ചെയ്യാൻ പോകുന്ന വെള്ളത്തിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കാടെല്ലാം വെട്ടിക്കളയുന്നത്. കാരണം കാടെന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അടിയിൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ റീചാർജ് ചെയ്യുന്ന ഒരു പൈപ്പാണ്. അപ്പൊ അതെല്ലാം വെട്ടിക്കളയുന്നതും അതോടൊപ്പം തന്നെ ഈ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം പൊല്യൂട്ട് ചെയ്യണതും അതുകൊണ്ട് തന്നെയാണ്. ഇതെല്ലാം വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, പക്ഷെ എല്ലാവരും ഭ്രമത്തിപ്പെടുത്തി കളഞ്ഞു. അപ്പൊ അതും അങ്ങനെ പോയി. അപ്പൊ നിങ്ങൾക്ക് വെള്ളമില്ല, ഭക്ഷണമില്ല, ശ്വസിക്കാനുള്ള പ്രാണവായു ഇല്ല, നിങ്ങളുടെ എന്റർടൈൻമെന്റ് അല്ലെ, നിങ്ങൾക്ക് റീച്ച് എല്ലാം കിട്ടുന്ന ഇൻസ്റ്റാഗ്രാമില്ല, ഇന്റർനെറ്റ് ഇല്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ അവർ വേറൊരു കാര്യം ചെയ്യും, നിങ്ങൾ മൃഗമാക്കാൻ വേണ്ടിയിട്ട് അവർ ഇത്രയും നാൾ കണക്ട് ചെയ്ത AI വെച്ച് നിങ്ങൾ കണക്ട് ചെയ്താൽ നിങ്ങളുടെ ഫോട്ടോസും വീഡിയോസും എല്ലാവരും ലീക്ക് ചെയ്യും. കാരണം നമുക്കറിയാം, നമ്മൾ ന്യൂഡ് ഫോട്ടോസും കാര്യങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അയക്കാറുണ്ട്. അപ്പൊ അതെല്ലാം ലീക്ക് ആവും. അങ്ങനെ ഒരു മൃഗപരിവർത്തനമായിട്ടുള്ള ഒരു നാടാണ് അവരുടെ ലക്ഷ്യം 2030. അതായത് മൃഗങ്ങൾ